സ്കൂളുകളിൽ നിന്നും ലഹരിക്കെതിരെ 1 മില്യൺ ഗോളുമായി തൂഫാൻ. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്നും 1 മില്യൺ തൂഫാൻ ഗോളുകൾ അറ്റ് ലോകകപ്പ് 2026 പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനത്തെ 17,000-ലധികം സ്കൂളുകൾ പങ്കാളികളാകുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്തെ ഗ്ലോബൽ സ്പോർട്സ് സിറ്റിയിൽ ഫുട്ബോൾ ഗോളടിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലഹരി വസ്തുക്കളിൽ നിന്ന് കുട്ടികളെയും യുവജനങ്ങളെയും അകറ്റി കായികരംഗത്തേക്കും ആരോഗ്യകരമായ വിനോദങ്ങളിലേക്കും ആകർഷിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ജീവിതമാണ് ലഹരി എന്ന ബോധ്യം വരുത്തുകയാണ് ലക്ഷ്യം. സ്കൂൾ പരിസരങ്ങളിൽ മയക്കുമരുന്നും പുകയില ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. ഭാവി തലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്നതിനായി നിയമലംഘകർ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. മാഫിയകളെ തകർക്കാനുള്ള ഒരു നല്ല പ്രവർത്തനമാണ് ആഭ്യന്തര വകുപ്പ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് സ്കൂളുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല പ്രചാരം കിട്ടണം. വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം പൊതുസമൂഹത്തിൽ എന്ന പോലെ അതിശക്തമായി നമുക്കുണ്ടാക്കണം. കായിക വിനോദങ്ങൾ, കലാപരിപാടികളൊക്കെ ആവണം നമ്മുടെ കുട്ടികളുടെ, പുതിയ തലമുറയുടെ ലഹരി. ജീവിതമാകണം ലഹരി. ആ ഒരു സന്ദേശമാണ് ഈ വേൾഡ് കപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ കുട്ടികൾക്ക് നൽകുന്നത്. അല്ലാതെ MDMA-നും അതുപോലുള്ള മയക്കുമരുന്നുകൾക്കും അടിമകളായി ക്ഷണികമായ ജീവിതമായി, അതാണല്ലോ മയക്കുമരുന്നിൻ്റെ ഒരു അനന്തരഫലം. ഒന്നുകിൽ വലിയ ഭീതി കാരണം വൈകാതെ ആത്മഹത്യക്ക് വിലയും പ്രാപിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗത്തിലൂടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം തകർന്ന് മരണപ്പെട്ടു പോകും. അപ്പം അങ്ങനെ ആവാനുള്ളതല്ല നമ്മുടെ ഈ അനുഗ്രഹീതമായ ജന്മങ്ങൾ. അതിനെന്ത് വേണം? ജീവിതത്തെ ലഹരിയായി കാണണം. നമ്മളെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന മാതാപിതാക്കൾ, അവർ നമ്മളെ കയ്യോ വളരുന്നത് കാലോ വളരുന്നതെന്ന് നോക്കി താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, മേലെ വെച്ചാൽ പേനരിക്കും എന്ന രൂപത്തിൽ നടന്ന് വളർത്തിക്കൊണ്ടുവന്നതാണ്. അതൊരു വികാരമാണ്. അതാണ് ആ മാതാപിതാക്കളുടെ ലഹരി. തിരിച്ച് നിങ്ങൾ അവർക്ക് സ്നേഹം കൊടുക്കുമ്പോൾ, അവരെ പരിചരിക്കുമ്പോൾ, അവരെ സംരക്ഷിക്കുമ്പോൾ, അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശക്തിയായി നിങ്ങൾ നാളെ മാറണം. നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നവരാകണം. അപ്പോഴേ ഇതൊക്കെ നിങ്ങൾക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ. അവരുടെ പ്രായമായ കാലഘട്ടത്തിൽ കൂട്ടത്തിൽ കുടുംബത്തിലെ മറ്റുള്ളവരോട്, സമൂഹത്തോടും ഒക്കെയുള്ള കടപ്പാടുകൾ ചെയ്യണം. അപ്പോൾ അതിന് ഈ ജീവിതം മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും വഴിയെ പോകാതിരിക്കണം. ആ ഒരു ജാഗ്രത ഈ പ്രത്യേകിച്ച് ഫുട്ബോളിലൂടെ കേരളത്തിലെ കുട്ടികൾക്ക് നൽകാനാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി തുടക്കം കുറിച്ച ഈ തൂഫാൻ പദ്ധതിയെ. തുടക്കം കുറിച്ചത് തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ കോട്ടൺ ഹിൽസ് സ്കൂളിൽ വെച്ചാണ്. അപ്പോൾ ആ പദ്ധതിയെ നമ്മൾ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കിടയിലേക്കും എത്തിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ഈ പദ്ധതിയെ നെഞ്ചേറ്റണം. കാരണം ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായൊരു പദ്ധതിയാണ്. പിന്നെ ഫുട്ബോൾ നമ്മളുടെ ഒരു ആവേശമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കായിക വിനോദമാണ്. നമ്മളെല്ലാവരും വലിയ കളിക്കാരൊന്നുമല്ലെങ്കിലും പഠനകാലത്ത് കളിച്ചിട്ടുണ്ട്, നാട്ടുമ്പുറങ്ങളിൽ കളിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പും യൂറോ കപ്പൊക്കെ നടക്കുമ്പോൾ അത് നമ്മുടെ തൊട്ടടുത്ത പട്ടണത്തിലാണ് നടക്കുന്നതെന്ന് തോന്നിപ്പോകും. അത്രയേറെ കമാനങ്ങളും ആവേശങ്ങളും ഒക്കെയാണ്. അപ്പോൾ വീണ്ടും ഒരു വേൾഡ് കപ്പ് കടന്നു വരികയാണ്. ആ വേൾഡ് കപ്പിനെ നമ്മൾ അതിനോടുള്ള ആവേശം, ആ ലഹരിയിലേക്ക്, അത്തരം ലഹരികളിലേക്ക്, അത്തരം ആവേശങ്ങളിലേക്ക് നമ്മൾ വഴിമാറണം. ഒരു കാരണവശാലും MDMA-യും മയക്കുമരുന്നും ഒക്കെയുള്ള ദൂഷിത വലയങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകരുത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായി ഈ തൂഫാൻ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമായി വരുന്ന ഒരവസരമാണ് ഈ വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിൽ 1 മില്യൺ ഗോൾ അറ്റ് വേൾഡ് കപ്പ് എല്ലാ സ്കൂളിലും ഇത് നടത്തി. ആയിരക്കണക്കിന് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലൊക്കെ ഇത് നടത്തി നമുക്ക് അത് ഒരു ഡിജിറ്റൽ ഡാഷ്ബോർഡിൽ എൻട്രി വരുന്ന വിധം 1 മില്യൺ